നമസ്കാരം. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ഒരു ചൊല്ലുണ്ട്. ഇത് പണ്ടുള്ളവരൊക്കെ പറയുന്നതാണെങ്കിലും ഇത് ശരിക്കും യാഥാർത്ഥ്യമാകുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. കാരണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന ഒറ്റ ടാഗ് ലൈനിൽ ഇന്ന് ആരൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഒരു പിടിയും കിട്ടാത്ത അവസ്ഥ. ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബിഗ് ബോസ് താരം കൂടിയായ അഖിൽ മാരാർ. ഇപ്പോഴത്തെ ദേശദ്രോഹപരമായ പ്രസ്താവന നടത്തിയെന്ന കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ കണ്ട ബിഗ് ബോസ് താരം അഖിൽ മാരാർ രംഗത്തെത്തി. തൃശൂർ രാമനിലയത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. സുരേഷ് ഗോപി തന്നെ ക്ഷണിക്കുകയായിരുന്നുവെന്ന് അഖിൽ മാരാർ ഫേസ്ബുക്കിൽ കുറിച്ചു. മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞ് അഖിൽ രംഗത്ത് വന്നിരുന്നു. ഈ വിഷയത്തിൽ എന്നെ ആദ്യം വിളിച്ചത് സുരേഷ് ഗോപി പ്രിയപ്പെട്ട സുരേഷ് ഏട്ടനായിരുന്നു. സ്വന്തം പാർട്ടി നൽകിയ പരാതിയായിരുന്നിട്ടും എന്നെ തിരിച്ചറിഞ്ഞ് ചേർത്ത് പിടിച്ച് നന്ദിയോടെ ഞാൻ സ്മരിക്കുന്നു. ഇതാണ് അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വിവാദമായ പ്രസ്താവനയിൽ തന്റെ ഭാഗം BJP സംസ്ഥാന നേതൃത്വത്തിനും സുരേഷ് ഗോപിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒരു വരിയിലോ വാക്കിലോ രാജ്യസ്നേഹം അളക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും അഖിൽ മാരാർ പറയുന്നു. അതേസമയം അഖിൽ മാരാരുടെ പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ രൂക്ഷമായ വിമർശനം തുടരുകയാണ്. ചില കമന്റുകൾ നോക്കാം. സുരേഷ് ഗോപിയുടെ ഫോട്ടോയും തൂക്കി സോഷ്യൽ മീഡിയയിൽ കുറെ ഡയലോഗും ഇട്ട് BJPയിൽ ഒരാശയക്കുഴപ്പം ഉണ്ടാക്കാമെന്ന നിന്റെ പൂതി നടക്കില്ല അഖിലേ. സുരേഷ് ജിയെ ഞങ്ങൾക്കറിയാം. അദ്ദേഹം നിന്നെ സപ്പോർട്ട് ചെയ്തു പോലും. പോടാ, പോയി കുട്ടിയും കോലും കളിക്കടാ. ഇതാണ് ഒരു കമന്റ്. ചന്ദനം ചാരിയില്ലെങ്കിലും അഖിലിന് സ്വതസിദ്ധമായ ഒരു സുഗന്ധമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരൊറ്റ രാജ്യദ്രോഹ പ്രസ്താവന കൊണ്ട് താങ്കളുടെ സുഗന്ധം കളങ്കപ്പെട്ടുവെന്ന് താങ്കൾക്കിപ്പോൾ സ്വയം മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് ചന്ദനത്തെ ചാരുന്നെന്ന് ആ പഴയ സുഗന്ധം തിരിച്ചെടുക്കാൻ താങ്കൾ ശ്രമിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് താങ്കൾ എങ്ങനെയായിരുന്നോ അതുപോലെ തുറന്ന മനസ്സോടെ കാര്യങ്ങളെ കണ്ടാൽ എല്ലാം തനിയെ വരും. സ്ഥാനമാനങ്ങൾ മോഹിച്ച് ഒന്നും പറയാത്ത പഴയ മാരാരെയാണ് ഞങ്ങൾക്കും ഇഷ്ടം. ഇത് മറ്റൊരു പ്രതികരണം. പഴയ ഫോട്ടോ ഇട്ട് ഒരു തിരിച്ചുവരവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നടക്കില്ല മോനെ. തനിക്ക് ഒരു മണ്ടത്തരം പറ്റി, അത് സമ്മതിച്ചാ മതിയെന്നും കമന്റുകളുണ്ട്. താങ്കൾ കയ്യാലെപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ്. അങ്ങോട്ട് പോയാൽ BJP, ഇങ്ങോട്ട് പോയാൽ UDF, കയ്യാലെ CPM എന്നാണ് മറ്റൊരാളുടെ കമന്റ്. സുരേഷ് ഗോപിക്കൊപ്പം ആർക്കും പോയി നിന്ന് ഫോട്ടോ എടുക്കാം. പക്ഷേ ബലൂചിസ്ഥാൻകാരുടെ കയ്യിൽ ആയുധം കൊടുത്ത് ഇന്ത്യയാണ് അവരെ കൊണ്ട് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യിപ്പിക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞതിന് തെളിവ് കാണിക്കൂ. എന്നിട്ടാവാം ബാക്കിയെന്നും ഇനി എത്ര വെളുപ്പിച്ചിട്ടും കാര്യമില്ലെന്നും നിന്റെ കൂടെ ഉണ്ടായിരുന്ന ബിഗ് ബോസ് മണ്ടന്മാരല്ല കേരളത്തിലെ ജനങ്ങളെന്നും എല്ലാവരെയും നീ അങ്ങനെ കാണരുതെന്നും ഒക്കെയുള്ള കമന്റുകൾ ഉയരുന്നുണ്ട്.